പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ നേവി SSR പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. +2 യോഗ്യതയുള്ള ഏതൊരു വ്യക്തിയാണെങ്കിലും തീർച്ചയായും വീഡിയോ അവസാനം വരെ കണ്ട് മനസ്സിലാക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഇതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ അതുപോലെ തന്നെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അതിലെ കുറെ ഡീറ്റെയിൽസ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ട് മനസ്സിലാക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റിലൂടെ അറിയിക്കാൻ മറക്കണ്ട. ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ ഇനേബിൾ ചെയ്യുക. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. മറക്കാതെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഒരുപക്ഷെ അവസാനം വരെയും കാണുമ്പോൾ ഒരുപക്ഷെ മറക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇപ്പോഴേ ലൈക്ക് ചെയ്തേക്കാം. സോ ഫ്രണ്ട്സ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ഇന്ത്യൻ നേവി SSR 2021 ഇന്ത്യൻ നേവി SSR MR 2021 വരുന്ന റിക്രൂട്ട്മെന്റുകളുടെ എക്സ്പെക്ടേഷൻ വീഡിയോസ് ഞാൻ ഒത്തിരി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് കണ്ടാൽ തന്നെ 2021 എപ്പോൾ വരുമെന്നൊക്കെ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് പോലെ SSRന്റെ ഒരു മോഡൽ കോപ്പിയാണ് കേട്ടോ. ആദ്യമായിട്ട് തന്നെ ഇതിന്റെ സെക്ഷൻ ഇംഗ്ലീഷ് ആണ്. 1 to 5 ഒരു പാസേജ്. നമ്മൾ പണ്ട് കുഞ്ഞുനാളിലൊക്കെ ഇംഗ്ലീഷ് നമ്മുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുപോലെ പാസേജ് വായിച്ച് അതിൽ നിന്ന് ഉത്തരം എഴുതുന്ന ആ ഒരു സിസ്റ്റമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് പാർട്ട് 1. പിന്നെ അതിൽ നിന്ന് സിനോണിംസ് ചോദിക്കുന്നുണ്ട്. ശേഷമായിട്ട് പല കാര്യങ്ങളും പാസീവ് വോയിസ് അതിന്റെ വൈസ് വേഴ്സ ചോദിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ആക്റ്റീവ് ഓർ പാസീവ് സെന്റൻസുകളെ പറ്റിയിട്ടാണ്. അങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് സ്പീച്ചും ഡയറക്റ്റ് സ്പീച്ചും വരുന്നുണ്ട്. പിന്നെ അപ്രോപ്രിയേറ്റ് ആൾട്ടർനേറ്റീവ് ടു കംപ്ലീറ്റ് ദ സെന്റൻസ് എന്ന് പറഞ്ഞിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെയൊക്കെ ചോദിക്കുന്നുണ്ട്. ശേഷമായിട്ട് സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബിയിൽ സയൻസ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. സയൻസ് ക്വസ്റ്റ്യൻസിൽ നമ്മുടെ ഈ +1 +2 സയൻസ് പഠിച്ചവർക്ക് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഫിസിക്സ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ഫിസിക്സിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ജൂളും ന്യൂട്ടണും ഒക്കെ വരുന്നുണ്ട്. അടുത്തതായിട്ട് കെമിസ്ട്രിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് താഴേക്ക് വരുന്നത്. അങ്ങനെ PCM ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് വരുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇതെല്ലാം +1 +2 ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സെക്ഷൻ 3 മാത്തമാറ്റിക് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നമ്മുടെ സെറ്റ് +1 +2 സബ്ജക്റ്റ് ആണ് സെറ്റ്. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അരിത്തമെറ്റിക് സീക്വൻസ് അതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ബൈനോമിയൽ ഇക്വേഷൻസ്, ബൈനോമിയൽ തിയറം അങ്ങനെ പറഞ്ഞിട്ട് ഒരു ടോപ്പിക് ഉണ്ട്. അതിൻ്റെ കുറേ വരുന്നുണ്ട്. ഇന്റഗ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് +1 +2 സയൻസ് പഠിച്ചവർക്ക് അറിയാം. ഇന്റഗ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം +1 +2 സിലബസിന്റെ പാതി തന്നെ ഏകദേശം ഇന്റഗ്രേഷൻ ഒക്കെയാണ്. ഓക്കെ, അടുത്തതായിട്ട് സെക്ഷൻ D ജനറൽ നോളജ് ആണ്. കോമൺ ആയിട്ടുള്ള പാറ്റേൺസ് ഒക്കെ കാണിച്ചിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അങ്ങനെ എല്ലാം അത് ജനറൽ നോളജ് ആണ്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് വർണ്ണിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം നിങ്ങൾ ജസ്റ്റ് നോക്കി പഠിക്കുക. ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് പോയി ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. ഓക്കെ.